ആയുസ് കൂട്ടാൻ ഭക്ഷണവും വ്യായാമവും അല്ല കാരണം, മറിച്ച് ChatGPT കണ്ടെത്തിയ ആ ഒരൊറ്റ കാര്യം: നിങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. അതായത് മനസ്സിനകത്ത് ഒരു ഭാരം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഉദാഹരണം, പണത്തിനു വേണ്ടി മാത്രം ഇഷ്ടമില്ലാത്ത ജോലിയിൽ തുടർന്നാൽ 15 വർഷം കുറയും. മനസ്സ് ഊറ്റിയെടുക്കുന്ന ആളുകളുടെ കൂടെ നടന്നാൽ 8 വർഷം കുറയും. വിറ്റാമിനുകളേക്കാൾ വലുതാണ് നല്ല ബന്ധങ്ങൾ. ഒറ്റപ്പെടൽ ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ്. നല്ല ബന്ധങ്ങൾക്ക് 50% വരെ കൂടുതൽ ആയുസ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് കൂട്ടുകാർ വേണ്ട, വിലയുള്ള ബന്ധങ്ങൾ മതി. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റെന്തിനോ വേണ്ടി ജീവിക്കുക. രാവിലെ ഉറക്കം ഉണരുമ്പോൾ എഴുന്നേൽക്കാൻ ഒരു കാരണം വേണം. ജപ്പാനിൽ ഇതിന് ഇക്കിഗായ് എന്ന് പറയും. വ്യക്തമായ ലക്ഷ്യത്തോടെ ജീവിക്കുന്നവർ ശരാശരി 7 വർഷം കൂടുതൽ ജീവിക്കും. എന്നെ ഇവിടെ ഒരാവശ്യമുണ്ട് എന്ന തോന്നലാണ് പ്രാധാന്യം. നമ്മുടെ ശരീരം പറയുന്നതിനനുസരിച്ച് ജീവിക്കുക. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, വിശക്കുമ്പോൾ കഴിക്കുക, ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുക. കർശനമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ ശരീരത്തിന്റെ താളം പിന്തുടരുക. പിന്നീട് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ശരീരത്തെ തള്ളിവിടാൻ ആധുനിക ജീവിതം പഠിപ്പിക്കുന്നു. പക്ഷേ അതിന് ഒരു പരിധിയും വേണം. ടെൻഷനാണ് വില്ലൻ. ജോലിയിൽ നിന്നോ പണിയിൽ നിന്നോ ഉണ്ടാകുന്നതല്ല നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ആരെന്ന് നടിക്കുന്നു എന്നും തമ്മിലുള്ള വഴക്കാണ് യഥാർത്ഥ ടെൻഷൻ. കൂടുതൽ കാലം ജീവിക്കുന്നവർ നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ല, സ്വയം സമാധാനത്തോടെ ജീവിച്ചിട്ടാണ്. വായിച്ച് തള്ളാനുള്ളതല്ല ജീവിതം, മാറ്റിമറിക്കാനുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ 30 ദിവസം കൊണ്ട് റീപ്രോഗ്രാം ചെയ്ത് ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ യെസ് എന്ന് കമന്റ് ചെയ്യൂ.